നമസ്കാരം. എൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടുകൊമ്പൻ കബാലിയെ വാഹനമിടിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ വനം വകുപ്പ്. ദേശീയപാത പുതുക്കാട് സെന്ററിൽ വഴിയാത്രക്കാരിയെ ഇടിച്ചിട്ട ശേഷം കടന്നുകളഞ്ഞ ബൈക്ക് യാത്രക്കാരൻ പിടിയിൽ. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. തൃശൂർ ഉൾപ്പെടെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു. കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡ് നിരക്കിൽ തിരിച്ചെത്തി. ഇന്ന് 1520 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി അറിയാം. കാട്ടുകൊമ്പൻ കബാലിയെ വാഹനമിടിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ വനംവകുപ്പ്. കാട്ടാന കബാലിയെ വാഹനമിടിപ്പിച്ച് പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ നടപടിയെടുക്കാൻ വനംവകുപ്പ്. റോഡിനു കുറുകെ നിന്ന ആനയെ പ്രകോപിച്ചവർ സഞ്ചരിച്ച വാഹനം തിരിച്ചറിഞ്ഞു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ് കബാലിയുടെ അടുത്തെത്തിച്ച് പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഹോൺ മുഴക്കിയും വാഹനം മുന്നോട്ടെടുത്തുമായിരുന്നു മതപ്പാടുള്ള കാട്ടാന കബാലിയെ പ്രകോപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുള്ളപ്പോൾ ആയിരുന്നു തമിഴ്നാട് സ്വദേശികളുടെ ഈ പ്രവൃത്തി. ഇക്കാര്യങ്ങളും അന്വേഷിക്കാൻ നിർദ്ദേശങ്ങൾ നൽകി. ഇന്നലെയാണ് മതപ്പാടിലുള്ള ഒറ്റയാൻ കബാലി അന്തർ സംസ്ഥാന പാതയിൽ ആനക്കയത്ത് 15 മണിക്കൂറിലധികം നിലയുറപ്പിച്ചത്. ഇതേ തുടർന്ന് വാഴച്ചാൽ മലക്കപ്പാറ റോഡിൽ പൂർണ്ണമായും ഗതാഗതം നിലച്ചിരുന്നു. ഇടയ്ക്ക് അല്പനേരം മാറിയെങ്കിലും വീണ്ടും ആന റോഡിന് നടുവിലേക്ക് വന്നതോടെ ഒരു രാത്രി മുഴുവൻ നിരവധി വാഹനങ്ങൾ ഉൾക്കാട്ടിൽ കുടുങ്ങി. നേരം പുലർന്ന 7:30 ആന റോഡിനോട് ചേർന്ന് ഇല്ലിക്കാട്ടിലേക്ക് കയറിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ദേശീയപാത പുതുക്കാട് സെന്ററിൽ വഴിയാത്രക്കാരിയെ ഇടിച്ചിട്ട ശേഷം കടന്നുകളഞ്ഞ ബൈക്ക് യാത്രക്കാരൻ പിടിയിൽ. പുതുക്കാട് തെക്കേത്തറവ് സ്വദേശി കൊടിയൻ വീട്ടിൽ 19 വയസ്സുള്ള ഇമ്മാനുവലിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാവിലെ 8-നായിരുന്നു അപകടം. സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് പരിക്കേറ്റ മുപ്ലിയം സ്വദേശി പാണഞ്ചേരി വീട്ടിൽ 68 വയസ്സുള്ള സെലിൻ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയ്ക്ക് പരിക്കേറ്റ സെലിനെ ഇപ്പോഴും ICUവിൽ നിന്ന് മാറ്റിയിട്ടില്ല. അപകടത്തിനു ശേഷം നിർത്താതെ പോയ ബൈക്ക് 2 ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് പോലീസ് കണ്ടെത്തിയത്. മേഖലയിലെ 50ഓളം നിരീക്ഷണ ക്യാമറകളാണ് ഈ സമയം പോലീസ് പരിശോധിച്ചത്. പുതുക്കാട് സിഗ്നൽ കടന്ന ബൈക്ക് പാലിയേക്കര ടോൾ പ്ലാസ കടന്നിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ പോലീസ് അന്വേഷണം പുതുക്കാട് സെന്റർ കേന്ദ്രീകരിച്ചാക്കി. അപകട സമയത്ത് പിറകിലുണ്ടായിരുന്ന ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നാണ് ബൈക്കിന്റെ നമ്പർ ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പുതുക്കാട് സിഗ്നലിന് ശേഷം കേളിപ്പാടം ഭാഗത്തേക്ക് തിരിഞ്ഞ സ്പ്ലെൻഡർ ബൈക്കാണ് അപകടമുണ്ടാക്കിയതെന്ന് മനസ്സിലായി. ഉടമയെ കണ്ടെത്തിയ പോലീസ് താമസിക്കാതെ വീട്ടിലെത്തി ഇമ്മാനുവലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഇമ്മാനുവൽ അവധിക്കെത്തി പുതുക്കാട് കോഫി ഷോപ്പിൽ താൽക്കാലികമായി ജോലി ചെയ്യുകയായിരുന്നു. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. പുതുക്കാട് SHO ആദം ഖാൻ, SI N പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. തൃശൂർ ഉൾപ്പെടെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അറബിക്കടലിൽ കേരള തീരത്തിന് സമീപമുള്ള ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവുമാണ് കേരളത്തിൽ മഴ കനക്കാൻ കാരണം. വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് കനത്ത മഴ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ജനങ്ങൾ മാറി താമസിക്കണമെന്ന് സർക്കാർ അറിയിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു. പാർട്ടിയുമായുള്ള ഭിന്നത മൂലം കഴിഞ്ഞ ദിവസം പാർട്ടി ജിയോ ഫോക്സിനെ പുറത്താക്കിയിരുന്നു. ഇന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെത്തി അദ്ദേഹത്തിന് അംഗത്വം നൽകി. നേരത്തെ കോൺഗ്രസ് വിട്ട് പുറത്തുവന്ന ജിയോ ഫോക്സിനെ CPM ടിക്കറ്റിൽ മത്സരിപ്പിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റാക്കിയത്. മണലൂർ നിയമസഭാ സീറ്റ് വേണമെന്ന് ജിയോ ഫോക്സ് ആവശ്യപ്പെട്ടതോടെയാണ് CPM-വുമായി പ്രശ്നങ്ങൾ ഉടലെടുത്തത്.
തുടർന്ന് വീണ്ടും UDF-ലേക്ക് പോകാനുള്ള നീക്കമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പരസ്യപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM നടപടി സ്വീകരിച്ചത്. കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡ് നിരക്കിൽ തിരിച്ചെത്തി. ഇന്ന് 1520 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനിയും വില കൂടാനുള്ള സാഹചര്യമുണ്ട്. കേരളത്തിൽ ഇന്ന് 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 190 രൂപ വർദ്ധിച്ച് 12,170 രൂപയായിട്ടുണ്ട്. ഒരു പവന് 97,360 രൂപയും. ഈ മാസം 17-ന് ഈ വിലയിലെത്തിയിരുന്നുവെങ്കിലും പിന്നീട് കുറഞ്ഞത് 95,480 രൂപയിലെത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇന്നത്തെ വില മുന്നേറ്റം. അതേസമയം 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 150 രൂപ വർദ്ധിച്ച് 10,005 രൂപയായി. ഈ സ്വർണത്തിന് ആവശ്യക്കാർ ഏറെയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 190 രൂപ കൂടി. ഗ്രാമിന് 12,170 രൂപ, പവന് 97,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടുകൊമ്പൻ കബാലിയെ വാഹനമിടിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ വനം വകുപ്പ്. ദേശീയപാത പുതുക്കാട് സെന്ററിൽ വഴിയാത്രക്കാരിയെ ഇടിച്ചിട്ട ശേഷം കടന്നുകളഞ്ഞ ബൈക്ക് യാത്രക്കാരൻ പിടിയിൽ. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. തൃശൂർ ഉൾപ്പെടെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു. കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡ് നിരക്കിൽ തിരിച്ചെത്തി. ഇന്ന് 1520 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.